മഹാകാളീലയം എന്ന് കേൾക്കുമ്പോൾ തന്നെ ദേവീഭക്തരായ ജനങ്ങളുടെ മനസ്സ് ഒരു നിമിഷത്തേക്കെങ്കിലും പ്രപഞ്ചമാതാവായ ദേവിയെ ഓർക്കുന്നു. പരാശക്തിയായ ദേവിയുടെ പാദങ്ങളിൽ മനസ്സ് ലയിപ്പിക്കാൻ പ്രചോദനമാകുന്ന ഒരു ഭക്തിഗാനമാണ് മഹാകാളീലയം. ബഹുമാന്യനായ ആത്മാനന്ദ സ്വാമിജി സംഗീതം നൽകിയ ഈ ദേവീസ്തുതി വീഡിയോ രൂപത്തിൽ ഇന്ന് ഇന്റർനെറ്റ് വഴി പ്രചരിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്ക് പോലും അവരുടെ കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള ശക്തിയെ നൽകുന്നവളും പ്രത്യേകിച്ച് യാതൊരു രൂപവുമില്ലാത്തവളും എന്നാൽ ആത്മാർത്ഥമായ ഭക്തി കൊണ്ട് ഹൃദയം നിറഞ്ഞു വിളിക്കുന്ന ഭക്തന്റെ ആഗ്രഹത്തിനും ധ്യാനത്തിനും അനുസരിച്ച് ഏതു രൂപവും സ്വീകരിച്ച് മനക്കണ്ണിൽ പ്രത്യക്ഷയാകുന്നവളും ശത്രുക്കൾക്കും ദുഷ്ടശക്തികൾക്കും അതിഭയങ്കരിയും കരാളരൂപിയുമായി കാണാൻ കഴിയുന്നവളുമാണ് മഹാകാളി. ഈ കലിയുഗത്തിൽ മഹാമായയായ ആ ദേവിയുടെ മായാശക്തിയാൽ മോഹിക്കപ്പെടുന്ന സാധാരണ മനുഷ്യർ തങ്ങൾക്ക് ചുറ്റും കാണുന്നത് മാത്രമാണ് സത്യമെന്ന് വിശ്വസിച്ച് അതിൽ മോഹിക്കപ്പെട്ട് സുഖദുഃഖങ്ങൾ നിറഞ്ഞ ജീവിതത്തിലൂടെ കടന്നു പോകുന്നു. എന്നാൽ ദേവിയുടെ ഉപാസകന്മാർ കരുണാമയിയായ ആ മഹാകാളിയുടെ സ്നേഹത്താൽ എല്ലാ ജീവിത ദുഃഖങ്ങളെയും അതിജീവിച്ച് സുഖമായി ജീവിതകാലം കഴിച്ചു കൂട്ടിയ ശേഷം അപകടമരണവും രോഗമരണവും വേദനയും ഇല്ലാതെ ശരീരമുപേക്ഷിച്ച് മഹാകാളിയുടെ പാദങ്ങളിൽ ലയിക്കുന്നു. കുമാരനെല്ലൂർ, തിരുമാന്താംകുന്ന്, പനയന്നാർക്കാവ്, ചോറ്റാനിക്കര, ആറ്റുകാൽ മുതലായ ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തുന്ന ഭക്തർക്ക് മഹാകാളി ചൈതന്യത്തിൻ്റെ അതിപ്രസരണം വളരെ വ്യക്തമായി അനുഭവയോഗ്യമാകാറുണ്ട്. ഞങ്ങളുടെ എല്ലാം അനുഭവത്തിൽ നിന്നും ഒരു കാര്യം വ്യക്തമായി പറയട്ടെ. തികഞ്ഞ ആത്മാർത്ഥതയോടും സ്നേഹത്തോടും ദേവിയെ ഉപാസിക്കുന്നവർക്ക് സകല സൗഭാഗ്യങ്ങളും സ്വയമേവ വന്നു ചേരുന്നു. എന്നാൽ ഈശ്വരോപാസന ഇല്ലാത്തവർക്ക് മറ്റെന്തൊക്കെയുണ്ടായാലും ഒരു കാര്യവുമില്ല. മേൽ പറഞ്ഞ പ്രകാരമുള്ള ഭക്തന്മാർക്ക് പ്രചോദനം നൽകാൻ ഉദ്ദേശിച്ചുകൊണ്ട് മഹാകാളീലയം എന്ന പ്രാർത്ഥന മഹാകാളിയായ ദേവിയുടെ പാദങ്ങളിൽ ഭക്തിപൂർവം സമർപ്പിക്കുന്നു.